കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്ലാമികങ്ങളുടെ കല്യാണമായിരുന്നു. അതിന് എന്റെ പൊന്നളിയായി കല്യാണം എന്നൊക്കെ പറയുന്നത് തലവേദന പിടിച്ച് ഏർപ്പാടാന്നറിയോ? ഇതൊരുമാതിരി ഉത്സവത്തിന് ആള് വന്ന പോലെ. പിന്നെ ശേഷം തന്റെ ഹസ്ബൻഡിലെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന ആ ഒരു വ്ലോഗ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ എന്താ സാറേ? ഇന്നലെ വരെ ഞാനും ദരിദ്രനായിരുന്നു. ഞാൻ ഇവിടെ വിവാഹം കഴിച്ചതോടെ ഞാനും ഒരു ലക്ഷപ്രഭുവായി മാറി. അപ്പൂസിന്റെ റൂമിൽ പോണം ഞങ്ങള്. ഞാൻ തുറന്നു നോക്കണോ? ഇപ്പം ഞാനാണ് തുറന്നു നോക്കാളാ. എനിക്ക് സെറ്റ് കേട്ടോ പൂട്ടാ. ഇതാണ് റൂം. മറ്റേ റൂമായിരുന്നു നല്ലത്. എന്റെ ഈ റൂം അടിപൊളിയല്ലേ? വലിയ കട്ടിലായിരുന്നു. സെറ്റ് പിന്നെ ഇത് സെറ്റ്. പോവാം. കമന്റ്സ് ഇനി നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. രാവിലെ എന്തൊരു ചൊറിച്ചില്ല. ഇപ്പോൾ മനസ്സിലായി ആദ്യത്തെ പെണ്ണ് എന്തുകൊണ്ടാണ് പോയെന്ന്. റൂം കിടക്കുന്ന നോക്ക്, ഒരു പെണ്ണ് കയറി വരുന്നതല്ലേ. ഇവൻ എന്താ മൊണ്ണയാണോ? ചെയ്തു വെക്കാനുള്ളത് ചെയ്തുകൂടെ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അടുത്ത കല്യാണം കഴിഞ്ഞ് ആദ്യമേ ഒരു പെണ്ണ് വീട്ടിൽ വരുമ്പോൾ കിട്ടിയ സ്വീകരണമാണോ ഇത്? ഒന്നില്ലെങ്കിലും അവൾക്ക് വേണ്ടി ആ റൂമെങ്കിലും അവന് മനോഹരമാക്കാമായിരുന്നു. അമ്മായി അമ്മയ്ക്ക് ഗംഗേനെ വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. തന്നെ ഈ പുള്ളിയുടെ രണ്ടാം വിവാഹമല്ലേ, എന്നിട്ട് ചടങ്ങൊന്നും ഓർമ്മയില്ല. അതുപോലെ ഒരു പെൺകുട്ടിയില്ല ഇയാൾക്ക്. അതിന്റെ ഒരു ഫോട്ടോ പോലും ആ വീട്ടിലില്ലല്ലോ. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമില്ല. അയ്യ, ഈ പെണ്ണ് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിതം മെച്ചപ്പെടുത്തി എടുത്തത് ഇതിനായിരുന്നോ? എവിടുന്ന് കിട്ടി ഈ പൊട്ടനെ? പറ്റൂല, ഇനി പറ്റൂല. അവനെന്റെ സ്വഭാവം അറിയാൻ പാടില്ല. ഇന്ന് ഞാൻ പയ്യനെ ലോട്ടറി അടിച്ചു. എത്രയും പെട്ടെന്ന് അടിച്ചു പിരിയട്ടെ. വേശ്യാന്ന് അക്ക പറഞ്ഞത്. അപ്പൊ അതിന് റിപ്ലൈ ഇട്ടുണ്ട് നിന്റെ അമ്മന്ന്. അത്രേ ഉള്ളൂ. ഇങ്ങനെ തന്നെ വേണം. അയ്യോ, നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നാ കുറ്റം, ഇരുന്നില്ല കുറ്റം, ചിരിച്ചാ കുറ്റം, ചിരിച്ചില്ല കുറ്റം, സർവത്ര കുറ്റങ്ങളാണ്. ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്.